ഗൈസ്, അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണോ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ലൊരു കട്ട ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആണ്. ഇപ്പോൾ കർക്കിടകമൊക്കെ വരാനായല്ലോ അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോരോ ഭാഗങ്ങളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ മക്കൾ സ്കൂളിലേക്ക് പോയി. ഇന്ന് കുറച്ചൊരു വെയിലും കുറച്ച് മഴയൊക്കെ ആയിട്ടുള്ളൊരു ചീഞ്ഞ് മഴയൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പണിക്കും പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കള അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടില്ല. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉച്ചവരെയുള്ളതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാ ചോറ് ഇനി ലാസ്റ്റ് വെച്ചത്. അപ്പോൾ അത് അങ്ങോട്ട് കാസറോളിലേക്ക് ഇട്ട് അതും എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉച്ചവരെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഞാൻ അടുക്കള എന്താ വൃത്തിയാക്കി ഇടാഞ്ഞെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ശിഖമോൾ പോകുമ്പോഴത്തേക്ക് അടുക്കളയ്ക്ക് വൃത്തിയാക്കി ഇടുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് ക്ലീൻ ആക്കി ഇടലുണ്ട്. അപ്പോൾ അടുക്കള ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അടുക്കള ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അടുക്കള ഇങ്ങനെ ക്ലീനായി കിടക്കണത് കാണുമ്പോൾ നമുക്കൊരു മടി വരും. ഇതിപ്പം ക്ലീനായിട്ടല്ലേ കിടക്കണത്. പക്ഷേ ക്ലീനായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊഞ്ചാക്കി വെച്ചതേ ഉണ്ടാവുള്ളൂ. അവിടെ ഇവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എന്തായാലും അത്യാവശ്യമാണെന്ന് തോന്നി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കർക്കിടകമൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഓരോരോ ഭാഗങ്ങളായിട്ട് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ള രീതിയിൽ എന്തായാലും ഇന്ന് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അടുക്കളയാണ് കുറച്ചൊരു മടിയുള്ള പരിപാടി. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് ആദ്യം വൃത്തിയാക്കി പോകുന്ന അടുക്കള എത്തുമ്പോഴത്തേക്ക് പിന്നെ ഒരു മടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാടുള്ള സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് മടി വരുന്ന സ്ഥലം ആദ്യം അങ്ങോട്ട് വൃത്തിയാക്കാം. അപ്പോൾ ആ ഒരു ഫസ്റ്റുള്ള ആ ഒരു മോട്ടിവേഷനിൽ അത് അങ്ങോട്ട് വൃത്തിയാക്കി കിട്ടുമല്ലോ. അപ്പം ഞാനും ആദ്യം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി അവിടെ ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാം കൂടി പരന്ന് കിടന്നിട്ട് എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും നമുക്ക് ഒരു എത്തും പിടി കിട്ടാത്ത അവസ്ഥയാവും. അപ്പം നമ്മൾ കുക്ക് ചെയ്ത് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തതൊക്കെ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അത് സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടേനി, ചോറ് വെച്ച കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടേനി. അപ്പോൾ അതൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകി വെച്ച് അപ്പോൾ തന്നെ അടുക്കള ഏകദേശം ഒന്ന് വൃത്തിയായി കഴിഞ്ഞ്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനവാതിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ജനവാതിൽ നല്ല കച്ചറയായിട്ടാണുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ജനവാതിലൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ റെഡിക്ക് ഇങ്ങനെ ആ ഒരു കറുപ്പ് കളറുണ്ട് കേട്ടോ ജനലിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോരുന്നതിന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ നനച്ച് കൊണ്ടുപോയി തുടച്ച് നോക്കിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. അത് അങ്ങനെ തുടച്ചാലൊന്നും പെട്ടെന്നൊന്നും പോരൂല എന്നുള്ളത്. അപ്പോൾ പിന്നെ വേഗം കുറച്ച് സോപ്പും വെള്ളത്തിൽ സ്ക്രബ്ബറും ആയുധങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് നല്ലോണം ഇരുന്ന് കുറച്ച് മെനക്കെട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കേണ്ടി വന്നിട്ട് ഈ മടിയെ മലച്ചമുക്കെന്ന് പറഞ്ഞ സ്ഥിതിയാണിപ്പോൾ. അതിങ്ങനെ എല്ലാ ദിവസവും കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് തുടച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് തുടച്ചിട്ട് ജനലിങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും അതവിടെ കെട്ടെ നാളെ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ നാളെ ആയിട്ടാണ് ഇമ്മാതിരി പരിപാടിയിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ അതിൻ്റെ ഗാനേശുമാരി എണ്ണി കുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് വൃത്തിയാക്കി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ അത് വൃത്തിയായി കണ്ടപ്പോൾ ഒരു സന്തോഷമായിട്ടാവും. അങ്ങനെയാണല്ലോ നമുക്ക് ഒരു സ്ഥലം ക്ലീനായി കാണുമ്പോൾ നമുക്കൊരു അടിപൊളി ആയിക്കണമല്ലോ അങ്ങനെ ഒരു തോന്നൽ വരില്ല. അപ്പോൾ നമുക്ക് ആ ഒരു മോട്ടിവേഷനിൽ ബാക്കിയുള്ള സ്ഥലം കൂടി അങ്ങോട്ട് വൃത്തിയാക്കി ഇടാന്നുള്ളൊരു മൈൻഡ് വരും അല്ലേ. അപ്പോൾ എന്തായാലും ജനലിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താക്കി ഓരോരോ ഭാഗങ്ങളായിട്ടുള്ള ഈ വാൾപേപ്പർ അങ്ങോട്ട് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ആ ഒരു എന്താ പറയുക ഒരു സ്ക്വയർ പോലുള്ള വാൾപേപ്പർ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം തുടച്ചതേന് കേട്ടോ. തുടച്ചെടുത്തതിന് ഒരു കറുപ്പ് കളർ ഇങ്ങനെ വന്നിട്ട്, ഒന്നാമത് മഴയും കൂടിയല്ലേ. അപ്പോൾ ഇങ്ങനെ കറുപ്പ് കളറിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അത് സ്ക്രബ്ബറൊക്കെ വെച്ച് തുടച്ച് സോപ്പും വെള്ളം കൂട്ടിയിട്ടൊന്ന് തുടച്ചെടുത്തതിന്. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് വലിയ പരിപാടി ഇല്ലേനും. മേലത്തെ ആ ഒരു കളർ ആയതുകൊണ്ടാണ് ആ ഒരു വൃത്തികേട് മനസ്സിലാവാത്തത്. അപ്പോൾ നല്ല ഒരു കറുപ്പ് കളറിൽ നല്ലോണം ഉണ്ടേന് കേട്ടോ. അപ്പോൾ ഞാൻ അത് നമ്മളെ മോപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വേഗം കൂടി പോകുന്നു കേട്ടോ സംഗതി. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് തുടച്ചെടുത്ത് പിന്നെ ഗ്യാസ് സ്റ്റവ് വെക്കുന്ന അവിടെയുള്ള ആ ഒരു വാൾപേപ്പർ മാത്രം കുറച്ച് മെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് വൃത്തിയിൽ കുറച്ച് നേരം എടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്ത് ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അതൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങോട്ട് വൃത്തിയായിട്ട് അപ്പോൾ അങ്ങനെ വാൾപേപ്പർ അങ്ങോട്ട് വൃത്തിയാക്കിയെടുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വൃത്തിയാക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഒന്നായിട്ട് വലിച്ചു വാരിയിട്ട് വൃത്തിയാക്കുക എന്നുള്ള പരിപാടിയാണ് എൻ്റെ പരിപാടി. അപ്പം നമുക്ക് അഥവാ എന്തെങ്കിലും ഒന്ന് വയ്യാണ്ടാവുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പകുതിമേലാവും, പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള സ്ഥിതിയിലായിപ്പോൾ. അപ്പം ഞാൻ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഓരോരോ കോർണറായിട്ട് എടുത്തിട്ട് അവിടെ അങ്ങോട്ട് വൃത്തിയാക്കി, അവിടെ എന്തെങ്കിലും കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അത് കഴിഞ്ഞിട്ട് ആ ഒരു കോർണർ വൃത്തിയാക്കിയിട്ട് ആ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് ഞാൻ വൃത്തിയാക്കി പോരൽ കേട്ടോ. പിന്നെ ഞാൻ അധികം ഇതുപോലത്തുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അധികം ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ വാങ്ങൽ. ഇപ്പോൾ നമ്മളെ പാത്രം വെക്കുന്ന സ്റ്റാൻഡായാലും ഇതുപോലെ നമ്മളെ മസാലപ്പൊടികളൊക്കെ വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡായാലും ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഒരു വീഡിയോ ഇതിനായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കിച്ചൺ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിയെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്യില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു റാക്ക് കണ്ടിട്ട് ഇത് എവിടുന്നാണ് വാങ്ങിയത്, അപ്പോൾ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.
അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു കോർണറിലാണ് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് വേണ്ട, അത്യാവശ്യം വേണ്ട മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ അതിൽ കടുകുണ്ട്, പിന്നെ മേലത്തെ കുഞ്ഞു ഭരണിയിലായിട്ട് കടുക്, ഉലുവ, പിന്നെ നമ്മളെ ഇതുണ്ടാവുമല്ലോ, എന്തേലും നമ്മളെ പറയുക, വെള്ളം തിളപ്പിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇത് ഉപ്പ്, പൊടിയുപ്പ്, അത്രയാണ് ഇട്ട് വെച്ചത് ഭരണിയിലായിട്ട്. പിന്നെ താഴത്തേൽ മസാലപ്പൊടികൾ, ഫിഷ് മസാല, പിന്നെ സാമ്പാർ പൊടി, പിന്നെ നമ്മളെ ബിരിയാണി മസാല, ചാട്ട് മസാല, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ഏറ്റവും അടിയിലായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇങ്ങനെയാണ് ഞാനത് അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ ടൈമിൽ പെട്ടെന്ന് ആവശ്യത്തിന് എടുക്കും ചെയ്യാം, എടുത്ത പാടനെ തിരിച്ചങ്ങോട്ട് വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ടോപ്പ് ഇങ്ങനെ പരന്ന് കിടക്കില്ല, നമുക്ക് ലാസ്റ്റത്തെ ഒരു ക്ലീനിങ് ഉണ്ടാവില്ല നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ഒരു സമയത്ത് വലിയൊരു ഗതികേടില്ലാണ്ട് നമുക്ക് വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ ഹോൾഡറും നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും വേഗം എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ, വേഗം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കാം. പിന്നെ അത് തിരഞ്ഞു പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു മടിപ്പണിയാവും. അതുപോലെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്നത്. അതിൻ്റെ ഇത് നല്ല ഉപകാരമുള്ള സംഗതിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ടൈം നമ്മളെ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സംഗതി നോക്കുമ്പോൾ നിസാരമാണ്, കത്തി മൂർച്ച കൂട്ടുന്നത്. അപ്പോൾ എന്നും കത്തി മൂർച്ച കൂട്ടിയിട്ട് നമ്മളെ പണിക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പരിപാടികൾ കഴിയണ പോലെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഡെയിലി യൂസ് ചെയ്യണ കാര്യമായതുകൊണ്ട് തന്നെ അത് ഞാൻ ആ ഒരു ഗ്യാസിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ വെക്കൽ. പിന്നെ കത്തി, കത്രിക അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡും ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കൽ. അപ്പോൾ ആ ഒരു കോർണർ വൃത്തിയായി കഴിഞ്ഞ് ഇനിയുള്ളത് ഇതാ ഈ ഗ്യാസ് വെച്ച് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഇപ്പോൾ നമ്മളിത് പുതിയതായതുകൊണ്ട് തന്നെ അങ്ങനെ ബർണറൊന്നും അങ്ങനെ വലിയൊരു കാര്യമായിട്ടുള്ള രീതിയിൽ ഡീപ് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഗ്യാസ് വെക്കുന്ന ആ ഒരു ഭാഗത്തുള്ള ടൈലും പിന്നെ അതിൻ്റെ അടിഭാഗവും പിന്നെ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് നല്ല രീതിയിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത്. അപ്പോൾ അത് പിന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ടോപ്പിൻ്റെ ഗ്യാസ് ആവണ സമയത്ത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷൈനിങ്ങിൽ, നല്ല ഫിനിഷിങ്ങിൽ കിടക്കും കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സുഖമായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യമൊക്കെ എനിക്കിത് ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര പേടിയാണ് ഇട്ടത്, പൊട്ടിത്തെറിച്ചു വിടുമോ, ഈ ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ചു വിടുമോ എന്നുള്ളൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ഞാനത് നമ്മളെ വീഡിയോയിൽ പറയും ചെയ്തില്ല. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കുറേ കാലമായി അഭി ഉപയോഗിക്കണേ, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ധൈര്യത്തിലേന് പിന്നെ ആ ഒരു ധൈര്യം കിട്ടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്കായിട്ടാണ് നമ്മളെ സിങ്ക് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു സിങ്ക് വരെയുള്ള ഈ സിങ്ക് കഴുകിയിട്ടില്ല. അപ്പോൾ ഇവിടെ സിങ്ക് ലാസ്റ്റ് നമുക്ക് കഴിക്കാൻ മതി, കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സിങ്ക് വരെയുള്ള ആ ഒരു ഭാഗങ്ങൾ അത്രയും ക്ലീൻ, കൗണ്ടർ ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇനി വരുന്നത് ഈ കോർണറിലായിട്ടാണ് ഞാൻ ഈ ഒരു പ്ലേറ്റും ഗ്ലാസ്സും നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സ്പൂണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇട്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. വാങ്ങുന്ന സമയത്ത് 500 റുപ്യേൻ്റെ ചോടയാണ് ഇട്ട് ഇതിൻ്റെ വില വന്നത്. നല്ല അടിപൊളി സാധനമാണ്, എത്രയോ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. നല്ല സ്റ്റേഡി ആയിട്ടുള്ള, ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട്, കളറോ കാര്യങ്ങളോ ഒന്നും വലിയ ഫെയ്ഡോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഒന്നാമത് എനിക്ക് ഈ ഒരു കളറും കാര്യങ്ങളും കിട്ടിയപ്പോൾ എൻ്റെ അടുക്കളൊക്കെ അതൊരു മാച്ചായും കൂടി കിട്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടിയാണ് ഞാൻ എന്തായാലും വേണ്ടിയില്ല വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങി നോക്കിയത്. ഇത്ര കുറവ് പൈസക്ക് ഇതൊക്കെ വാങ്ങിയാൽ വേഗം പൊട്ടിപ്പോകുന്നുള്ളൊരു പേടിയുണ്ടേനെ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി നോക്കിയതാണ്. പക്ഷേ വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു സ്റ്റാൻഡും അങ്ങോട്ട് വൃത്തിയാക്കി ഒന്ന് തേച്ചേക്കൊക്കെ ഒന്ന് എടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡ് വെക്കുന്ന ആ ഒരു ഭാഗത്തുള്ള ടൈലും കാര്യങ്ങളും ഒന്ന് തേച്ചേക്കി എടുത്ത് ആ ഒരു കോർണറും കൂടി വൃത്തിയാക്കി അവിടെ അതും കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്കായിട്ട് വേറെ കാര്യമായിട്ടുള്ളൊന്നും വെച്ചിട്ടില്ല, നമ്മളൊരു എയർ ഫ്രയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൗണ്ടർ ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സിങ്കും കൂടി ഒന്ന് തേച്ച് കഴുകിയിടാനുണ്ട്. അപ്പോൾ അതെല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ നമ്മൾ അടുക്കളയിൽ വരുന്ന അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഷോക്കേസാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 2 പാർട്ടായിട്ടാണുള്ളത്. അപ്പോൾ താഴത്തെ ഭാഗത്ത് ഞാൻ നമ്മളെ ഓയിൽ, വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ട്രയലാക്കി വെച്ചതാണ്. നമ്മൾ മസാലപ്പൊടികളെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് വേണ്ട വേറെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഷോക്കേസിലായിട്ടുള്ളത് കേട്ടോ. മൈദപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ പൊടിയൊക്കെയാണ് മേലത്തെ തട്ടിലായിട്ട് വെച്ചത്. പിന്നെ ചെറിയ പാത്രത്തിലായിട്ട് നമ്മളെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടി, ഏലക്കായിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ അതുപോലെ തന്നെ ഒറിഗാനോ, പിന്നെ ചെറിയ ജീരകം, പെരിഞ്ജീരകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ താഴത്തെ തട്ടിലേക്കായിട്ട്
നമ്മളെ പിന്നെ കടല ഉഴുന്ന് നുറുക്കരി നമ്മളെ കഞ്ഞിൻ്റെ അരി ഉണ്ടാവുമല്ലോ, അങ്ങനെ പിന്നെ ചെറുപയർ മമ്പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുപ്പിയിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവും, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെ കിച്ചൺ ടൂറൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പിന്നെ ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയാണ് അതിലുള്ളതെന്നൊന്നും എടുത്ത് പറയാഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പിന്നെ ഉള്ളിലൊക്കെ ഞാനിത് റീഫില്ല് ചെയ്യണ സമയത്ത് തന്നെ റീഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒക്കെ ഒന്ന് തുടച്ചിടുന്നതിനെ കൊണ്ട് അങ്ങനെ വലിയൊരു കച്ചറില്ല. പിന്നെ ഇങ്ങനെ അടച്ചും വെക്കണതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വലിയ കച്ചറില്ല. ഇനിയുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കബോർഡാണ്. അപ്പോൾ എൽ ഷേപ്പിൽ നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലായിട്ട് ആ ഒരു എൽ ഷേപ്പിൽ തന്നെ കബോർഡാണ്. പിന്നെ കബോർഡിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നായിട്ട് ഇങ്ങനെ കബോർഡ് അടിച്ചെന്നുള്ളൂ, പക്ഷേ ഓരോരോ പാർട്ടാക്കിയിട്ടൊന്നും തിരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആ വീട്ടിൽ കൊണ്ട സമയത്ത് പെട്ടെന്നൊന്ന് ഞാൻ എന്തായാലും എനിക്ക് ഉറപ്പായിട്ട് കബോർഡ് ഇങ്ങനെ ഒന്ന് മറിഞ്ഞ് കിട്ടണം, വേറെ സ്റ്റോറേജ് ആയിട്ട് സ്റ്റോർ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എനിക്ക് കബോർഡ് എന്തായാലും വേണമെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരൊറ്റ കബോർഡിൻ്റെ ആ ഒരു മറിഞ്ഞ് നിൽക്കണം എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങോട്ട് അടിച്ചതാണ്, മൊത്തത്തിലായിട്ട് അടിച്ചതാണ്, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ കബോർഡ് ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതും ഈ പറഞ്ഞ പോലെ സ്ഥാനം മാറ്റാനൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഓരോരോ കബോർഡായിട്ട് ഓരോന്നും തുറന്നിട്ട് ആ ഭാഗം വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത കബോർഡ് വൃത്തിയാക്കുക, അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കബോർഡ് വൃത്തിയാക്കാനിരുന്നത്. അതുകൊണ്ട് എല്ലാം കൂടി വലിച്ചു വാരി പുറത്തേക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴത്തെ ഭാഗത്തായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ബാക്കി വരുന്ന കുറേ ഇതുണ്ടാവില്ല, നമ്മൾ പാക്ക് പൊളിച്ചിട്ട് ബാക്കി വരുന്ന കടല പരിപ്പ് പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതുപോലെ സ്റ്റോർ ചെയ്തത് ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴത്തെ ആ ഒരു 2-3 കബോർഡിലായിട്ടാണ്. പിന്നെ പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്തായിട്ട് പാത്രങ്ങളൊക്കെ വെച്ച്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കബോർഡ്. പിന്നെ പാത്രങ്ങളൊന്നും അങ്ങനെ കുറേ പാത്രങ്ങളൊന്നും ആയിട്ടില്ലാത്തതിനെ കൊണ്ട് ഈ കബോർഡിലൊക്കെ കൊള്ളുന്ന അത്ര തന്നെ പാത്രങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റപ്പാക്കി കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് പിന്നെ അടുക്കള ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഒരു വലിയൊരു തലവേദനയാണ് ഈ ഒരു ബർത്ത് വൃത്തിയാക്കുക എന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ഒരു ബർത്ത് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട അതിൻ്റെ കാര്യമില്ല, എന്തെങ്കിലും വേണ്ടാത്തുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വലിച്ചെറിയും. പിന്നെ അവിടെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം നല്ല കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ആ ബർത്ത് ഇങ്ങനെ കാലിയാക്കിയിട്ടാണ് ചെയ്യുക. വേറെ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും അങ്ങോട്ട് വലിച്ചെറിയില്ല, വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ കൊടുത്തൊഴിവാക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം എന്തായാലും വൃത്തിയാക്കാനില്ല, ഒരു സാധനം ആ ഒരു ബർത്തിൻ്റെ മുകളിലില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസം ഇനി അടുക്കള വൃത്തിയാക്കാൻ നിന്ന സമയത്ത്. അങ്ങനെ ഞാൻ എന്തായാലും വിചാരിച്ച സമയത്തിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ തീർന്നെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പൂതിയേന് കേട്ടോ, ജനവാതിലിന് കർട്ടൻ അടിച്ചിടണം എന്നുള്ളത്. ആദ്യമൊക്കെ ഇതിൻ്റെ പ്രാന്തേന് ഇങ്ങനെ മിനിറ്റിന് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്ന പോലെ കർട്ടൻ ഇങ്ങനെ മാറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് ആ അടുക്കളേൻ്റെ മോച്ചായ മാറ്റുക എന്നുള്ളതിന് എൻ്റെ ഒരു ഹോബി എന്ന് പറയണത്. പിന്നെ ഞാൻ അതൊരു ശീലം, പിന്നെ ആ ഒരു വെളിച്ചം കിട്ടാണ്ടായി. പിന്നെ നമ്മൾ ആദ്യം ജനവാതിലിനെ പൊളിയില്ലേനി, ഇപ്പം പൊളിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കർട്ടൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് വെളിച്ചം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കർട്ടനൊക്കെ ഒഴിവാക്കിയ ഒരു സമയം കേട്ടോ. ഇപ്പം പിന്നെ ഇങ്ങനെ എല്ലാം വൃത്തിയായി കണ്ടപ്പോൾ അടുക്കള എന്തോ ഒരു ട്രൗസർ അയച്ചിട്ട പോലത്തെ ഒരു അങ്ങനെയുള്ളൊരു മുഖച്ചായ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കർട്ടനെ കൊണ്ട് അടിച്ചിടാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു ഇതുണ്ടേനും അമ്മ അച്ഛനെ കിട്ടിയ ഒരു ഷർട്ടും തുണി നന്ദുവിന് ഷർട്ട് അടിക്കണം, ഓന് ഷർട്ട് അടിച്ച് കൊടുക്കണമെന്നും പറഞ്ഞ് തന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് കുറേ കാലമായിട്ട് എനിക്ക് തന്നിട്ട് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അമ്മേൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ചീത്ത കേൾക്കും, ചിലപ്പം പറയും നല്ല രസമുണ്ടേനി ഇങ്ങനെ കർട്ടൻ അടിച്ചിട്ട് അടിപൊളി അയക്കണമെന്ന് പറയും. അപ്പോൾ രണ്ടുമൊക്കെ പ്രതീക്ഷിക്കുക. അപ്പം ഞാനത് വേഗം കൊണ്ടുപോയിട്ട് എന്താക്കി അളവൊക്കെ എടുത്ത്, ഈ അളവെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടാസ്ക്കാണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. കാര്യം കാണുമ്പോൾ അടിക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും, അടിക്കാൻ കയറി മിഷീൻ്റെ മുകളിൽ കുത്തിരിക്കണ കണ്ടാൽ വിചാരിക്കും ഭയങ്കര എക്സ്പേർട്ടാണെന്ന്. 100,000 പ്രാവശ്യം ഇങ്ങനെ നടക്കണം, അളവ് ശരിയാണോ അത് അടിച്ചാൽ റെഡിയാവോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കണം കേട്ടോ. ഞാൻ പിന്നെ എന്തെങ്കിലും അടിക്കാൻ കുത്തിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ലോകത്തായിരിക്കും, ബാക്കിയുള്ളതൊന്നും എൻ്റെ തലയിൽ കൂടി പോവില്ല, അതിലേക്ക് എന്നെ കൂടെ മുഴുകി നിൽക്കാന്ന് അറിയില്ല. അതേ ഒരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും വിചാരിച്ചിറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അളവൊക്കെ എടുത്ത് മുറിക്കലും പരിപാടിക്ക് അങ്ങോട്ട് അടുക്കളയിൽ തന്നെ അങ്ങോട്ട് കഴിച്ച് ഇനി വേഗം കൊണ്ടുപോയി ഒന്ന് അടിച്ച് കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാമല്ലോ. ഈ അലാക്കിൻ്റെ അവിലുങ്കഞ്ഞി എന്ന് പറഞ്ഞ സ്ഥിതിയാണ്. മിഷ്യമ്മലേക്ക് കയറിക്കഴിഞ്ഞാൽ മിഷ്യ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി തരും എനിക്കിട്ട്, എപ്പോഴുള്ള കാര്യമാണ്. മിഷീനൊക്കെ നല്ലതാണ്. എൻ്റെ ആ ഒരു തിരക്കപ്പാടിൽ ഞാൻ പിടിച്ചങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും, മിഷ്യൻ പിന്നെ സ്റ്റിച്ച് കേടാവും. പിന്നെ ഉമ്മക്ക് തന്നെ നന്നാക്കി എടുക്കുക എന്നുള്ളത് വേറൊരു ഗുണമാണ് കേട്ടോ. ഇങ്ങനത്തെ മിഷ്യൻ വാങ്ങിയതുകൊണ്ട് ഉമ്മക്ക് തന്നെ അതിൻ്റെ എല്ലാ കുട്ടൻസും അയച്ചെടുത്തിട്ട് ഉമ്മക്ക് തന്നെ ഒന്ന് പൊടിയൊക്കെ തട്ടി നൂലൊക്കെ ഇങ്ങോട്ട് മാറ്റി നന്നാക്കി പിന്നെ അടിച്ച് സ്റ്റിച്ച് റെഡിയാക്കി എടുക്കുക. ഞാൻ തന്നെ ഈ റിപ്പയറിങ്ങും ഞാൻ തന്നെയാണ്, ഇതിൻ്റെ എല്ലാ സർജറി ഞാൻ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത് നമ്മളെ കർട്ടനൊക്കെ അടിച്ചൊക്കെ കൊണ്ടുവന്ന് അത് ഇട്ട് നോക്കുന്ന സമയത്ത് ഞാൻ 2 ഭാഗത്തും ഇതുപോലെ നമ്മളെ
ഇതുണ്ടല്ലോ എന്താ പറയുക സ്പ്രിങ് 2 ഭാഗത്ത് സ്പ്രിങ് ഇടും. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കണതിനെ കൊണ്ട് തന്നെ ഇങ്ങനെ കാറ്റിനൊക്കെ പറന്ന് വന്നു കഴിഞ്ഞാൽ ഗ്യാസുമ്മലൊക്കെ എന്തെങ്കിലും വെക്കുമ്പോൾ തീ പിടിക്കൂലേ. അപ്പോൾ അതിന് 2 സ്ഥലവും ലോക്കാക്കിയിട്ട് താഴെ മേലെയും ഇതുപോലെ സ്പ്രിങ് ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അങ്ങനെ അതിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു കളർ ആയതുകൊണ്ട് അങ്ങനെ ഇരുണ്ടൊന്നും പോയില്ല. നമ്മൾ ആ ഒരു ബ്രൗൺ കളറിലേക്ക് ഇങ്ങനത്തെ ഒരു വൈറ്റ് ഒരു ലൈറ്റ് ആഷാണ് കേട്ടോ, ഒരു വൈറ്റ് കലർന്നൊരു ആഷില്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ അങ്ങനെ ഇരുണ്ട് പോയിട്ടൊന്നുമില്ല. നല്ലൊരു വെളിച്ചമുണ്ടായിരുന്നു, നല്ല രസമുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാനിതാ മേലെ ഇങ്ങനെ ഒരു സ്കേർട്ടിങ് പോലെ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള കഷ്ടം വെച്ചിട്ട് അങ്ങനെ അതൊന്ന് അടിച്ചിട്ട് അപ്പോഴാണ് എന്നാൽ പിന്നെ കുറച്ച് പച്ചപ്പും വള്ളികളൊക്കെ ആവാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മളെ ഷോപ്സിൽ നിന്ന് വാങ്ങിയ കൊളാബിന് നമുക്ക് കിട്ടിയ കുറച്ച് ഇതുപോലത്തെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടായിന് കേട്ടോ. അപ്പോൾ മണി പ്ലാന്റിൻ്റെ പോലത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടായിന്. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ അതൊന്ന് പിന്നെ നമുക്കിത് പണ്ടേ പറഞ്ഞ കാര്യമാണ്, ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഓവറാക്കി ചളാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കൊളായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ എന്തായാലും അടുക്കളേൻ്റെ ക്ലീനിങ് പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞ് പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യാണ് കേട്ടോ. എന്തൊരു സൗണ്ടിലാണ് മഴ പെയ്യണത്. അപ്പോൾ ഇത് നമ്മളെ അടുക്കള ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആ ഒരു ടാസ്ക് ഞാൻ വിചാരിച്ചത് അടുക്കള ക്ലീൻ ചെയ്യണമെന്ന് തന്നെ. അപ്പോൾ അതങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അതിൻ്റെ കൂടെ അടുക്കളക്ക് ഒരു മേക്ക് ഓവറും കൂടി ചെറിയ രീതിയിലാണെങ്കിൽ ആ ഒരു മേക്ക് ഓവറും കൂടി കൊടുത്തു കഴിഞ്ഞപ്പം ഒരു ചേഞ്ച് കണ്ടപ്പം അതൊരു സന്തോഷമായി. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ട് വൃത്തിയാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട് മൊത്തത്തിൽ പെട്ടെന്ന് ഒരൊറ്റയടിക്ക് ഒന്നായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാണ്ട് ഇതുപോലെ വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളെ വീട് വൃത്തിയാക്കി നീറ്റാക്കി ഇടാൻ വേണ്ടി പറ്റും. പിന്നെ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, കുറേ ആൾക്കാർക്ക് ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.